വേറെ ഒന്നും കാണാനില്ല. കോടമഞ്ഞ് വന്ന് അത് മൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവിടെ ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ ആൾക്കാരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ തമിഴിലാണ് കേട്ടോ കൂടുതലും എഴുതിയിരിക്കുന്നത്. തമിഴ്നാട് അറിയില്ല. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ താമസിക്കുന്ന കേട്ടോ. നല്ലൊരു ഇറക്കമാണ്. ചെറിയ ചെറിയ വീടുകളാണ് എല്ലാവരുടെയും. ഇത് ഈ തണുള്ള ഏരിയയിൽ കാണുന്ന പ്രത്യേകിച്ച് ഒരു ഇതൊക്കെ തോന്നുന്നു. നല്ല കിട്ടില്ല സ്ഥലം. ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റിയിട്ടില്ല. എന്താ ശരിക്കും ഇവിടെയൊക്കെയാണ് ഒരു ടെൻറ്റ് ക്യാമ്പ് അല്ലെങ്കിൽ കുറേ സ്റ്റേ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വീടുകൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. ഇവർക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇവരൊക്കെ വാടകയ്ക്കായിരിക്കും ഇവിടെ താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഒരാളുടെയും പ്രോപ്പർട്ടി ആവില്ല. അങ്ങനെ ഇതൊക്കെ കൊടുക്കണേ ഒക്കെ എല്ലാ ആൾക്കാർക്കും വീടുകളുണ്ട്. വളരെ ചെറുതാണ്. ചിലപ്പോൾ ഇതൊക്കെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളായിരിക്കും. ഇവിടെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ഫ്ലക്സ് വയ്ക്കുക. ഇതിവിടെ ഒരു അമ്പലമാണ്. ഇനി കൂടുതൽ അങ്ങോട്ട് ഇറങ്ങി പോകണ്ട. എന്തല്ലേ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഫ്ലക്സ് വയ്ക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കല്യാണത്തിന് ഫ്ലക്സ് വയ്ക്കാറുണ്ടോ? എന്തായാലും തിരിച്ചു നല്ലൊരു കയറ്റമാണ്. ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നത്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡൊക്കെ കോൺക്രീറ്റ് ഇട്ട് പൊട്ടി പൊളിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ കോൺക്രീറ്റിങ്ങൊക്കെ ഇത് തമിഴ്നാട്ടിലെ സ്ഥലമാണോ കേരളത്തിലെ സ്ഥലമാണോ എന്നറിയില്ല. പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ കൂടുതലും തമിഴന്മാരാണ്. TN രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. KL രജിസ്ട്രേഷനിൽ ഒരു കാറുണ്ട്. KL രജിസ്ട്രേഷൻ്റെ മറ്റൊരു കാറ്. അപ്പോൾ ഇത് കേരളം. പക്ഷെ വീടിൻ്റെ സ്റ്റൈൽ എല്ലാം കണ്ടിട്ട് ഇത് തമിഴ്നാട്ടിലെ വീട്. ബോക്സൊക്കെ വെച്ചിട്ട് അടിച്ചുപൊളിക്കണ്ടല്ലോ. ഇവിടുത്തെ കല്യാണം തോന്നുന്നു. നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ബോക്സ് വെച്ചിട്ട് നമ്മൾ അടിച്ചു വിളിക്കില്ല. അതേപോലെയാണ് ഇവിടെ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു വില്ലേജിലേക്ക് പോകാൻ പറ്റി. നമ്മുടെ വില്ലേജിൽ നിന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അവർ ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം ഇതേപോലെ കുറേ ടൂറിസ്റ്റ് വന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി. അപ്പോൾ വില്ലേജിലേക്ക് ഇറങ്ങിയില്ല. എന്നിട്ട് ബൈക്കിൽ തന്നെ നിന്നു. ഇനി വീണ്ടും നമ്മുടെ റോഡിൽ കൂടെ കുണ്ടല ഡാം ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഒരു ഭാഗം. എന്താ പറയുക, തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കൂടെ. ഇത് കണ്ണൻദേവൻ എസ്റ്റേറ്റ് ആണോ അറിയില്ല. ഇനി പെട്ടെന്ന് പോകും. സമയം കുറേ വൈകി. ഇനി അവിടെ പെർമിഷൻ കിട്ടണോ അവ വട്ടവടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പോകുന്ന സ്ഥലം നല്ല വൈബിള് കാരണം നമ്മൾ ആസ്വദിച്ച് പോകണേ. അതുകൊണ്ടാണോ. ഈ കുണ്ടാല ഡാം എന്ന് പറയണത് അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആ വഴി കൂടെയാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ കുറച്ച് സ്പീഡിലാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു വന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അവിടുന്ന് ഒരു ഡാമിൻ്റെ ഒരു ഇത് കണ്ടത്. അപ്പോൾ ഞാൻ പറ്റിപ്പോയി. അത് മറന്നുപോയി. മിസ്സായി പോയി. എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. അതെത്ര വർണ്ണിച്ചാലും തീരില്ല. ഞാൻ വീണു അല്ല. ഒരു ഈ സാധനത്തിൻ്റെ മീതെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വീണതാ. കാലൊക്കെ വയ്യ. മരവിച്ചിട്ട് തണുപ്പത്ത് കിടന്നിട്ടും തണുപ്പിൽ വണ്ടി ഓടിച്ചിട്ടും കാലൊക്കെ നല്ല രീതിയിൽ മരവിച്ച് പോയി. കാലൊക്കെ നല്ല വേദന. അപ്പം ഇനി നേരെ വട്ടവട. പോണ വഴിക്ക് ഒരു കിടക്കാച്ച സ്ഥലം കണ്ടപ്പോൾ വീണ്ടും നിർത്തിയതാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. നല്ല അടിപൊളി സ്ഥലം. അവിടെ തോട്ടം തൊഴിലാളികളുടെ വീടുകളാണെന്ന് തോന്നുന്നു. അവിടെ കുറേ ഉണ്ട് കേട്ടോ താഴത്ത്. അവരുടെയൊക്കെ ഒരു ഭാഗ്യേ. നല്ല അടിപൊളി ക്ലൈമറ്റിൽ ഇങ്ങനെ താമസിക്കാം. തോട്ടം തൊഴിലാളികളുടെ വീട്ടിലേക്ക് വരണ വഴിയുണ്ടോ, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ 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 ഇറങ്ങി 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 അങ്ങോട്ട് വരാം. അതേപോലെ അങ്ങോട്ടും പോള വഴികളുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഞാൻ വണ്ടി നിർത്തിയ സ്ഥലം
മോശമായി പോയി. കാരണം നല്ലൊരു അപകട തിരിവാണിത്. അത് അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത് തിരിവ്, അതിൻ്റെ ഇടയിലാണ് ഞാൻ ബൈക്ക് വെച്ചിരിക്കുന്നത്. ആ ബൈക്ക് വെച്ചത് മോശമായിപ്പോയി. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി അതേപോലെ ഉണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും പേരറിയാത്ത സ്ഥലത്തേക്ക് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് എന്താ പറയുക, തേയിലത്തോട്ടങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. അതും ഈ ഒരു നേരത്ത് നല്ല തണവുണ്ട്. തണുത്ത കാറ്റ് കൊണ്ടിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ പോലെയാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ്. വാവ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, താങ്ക് യു വിസിറ്റ് ദേവികുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ദേവികുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിടുകയാണ്. സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ. ഈ ഒരു ഏരിയയിൽ കോട ഇങ്ങനെ പാറി വരികയാണ് നമ്മുടെ വലത് സൈഡിൽ നിന്ന്. കുറേ ആൾക്കാരെ കണ്ട് ഫോട്ടോ എടുക്കാനുണ്ട്. വാവ്. ബസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ, ബസ്സൊക്കെ പോകാൻ പറ്റും. അവിടെ മണ്ണിടിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. നല്ല തണവാണ് കേട്ടോ. എത്രയോ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് പറയും. അയ്യോ, ബസ് റൂട്ട് റോഡ് കുറച്ചൊക്കെ ബ്ലോക്കായി. എൻ്റെ അമ്മ, പൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പൊളി സ്ഥലം. ഒന്നും പറയാനില്ല, അടിപൊളി വൈബ്. ഈ ഒരു കാഴ്ച കാണാനാണ് ഇപ്പം എന്നിട്ട് പോകുന്നത്. സമയം ഒരു 11 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. എന്താലേ, ഞാൻ ആദ്യമായിട്ട് മൂന്നാർ വരുന്ന കാരണട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. വേറെ ഒന്നല്ല, ഇതിന് മുമ്പ് ഞാൻ വേറെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ചിലപ്പോ പുലർച്ചെ നേരങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയാ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഉച്ച നേരത്തൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷം. കോടമഞ്ഞ് പറന്നു വരുന്നു. ഇങ്ങോട്ട് ഇരിക്കാം. ഞാൻ അവിടെ അടിപൊളി വ്യൂ ഉണ്ട്, അതാണ് തിരിച്ചത്. എന്നുവെച്ചാല് അങ്ങോട്ട് നോക്ക് ഗൈസ്, നല്ല അടിപൊളി അടിപൊളി. അവിടെ നിന്ന് കോട ഇങ്ങോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലേ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ പിള്ളേർ നിൽക്കുന്ന സ്ഥലത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കാം. പ്രത്യേകിച്ച് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാം. വേറെ ഒന്നും കാണാനില്ല, കോടമഞ്ഞ് വന്ന് അത് മൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല രീതിയിൽ കോടയുണ്ട്, അപ്പുറത്തെ സൈഡിൽ. ഞാൻ അങ്ങോട്ട് പോകാം. ഒന്നും പറയാനില്ല കേട്ടോ, കിട്ടും. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് കോടമഞ്ഞ് കുറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ കോടമഞ്ഞ് കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോവാം. എല്ലാ ആൾക്കാരും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കയറുന്നൊരു ഫോട്ടോ എടുക്കട്ട, ഫാമിലി എല്ലാവരും കൂടിയിട്ട്. ഇതെല്ലാം കാഴ്ചകളാണ്. അപ്പോൾ ഇത്രയും കാലം ഞാനിത് കണ്ടില്ല, അറിഞ്ഞില്ല. സോ തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ടൂറിസ്റ്റ് ബസ്സായിരുന്നു.
ഈ മലയിടുക്കുകളിൽ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ കോടമഞ്ഞ് പറന്ന് വരികയാണ്. ഒന്നും പറയാനില്ല, കിടു കാഴ്ച. ഇത് ഇപ്പൊ നിലത്തി എത്തുമെന്ന് തോന്നുന്നു ഈ മരങ്ങളൊക്കെ. ഏതൊരു ടൂറിന് വന്നാലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത്. ട്രാവലറുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ നീണ്ടു കിടക്കും. എന്താ അവര് കുറേ ആൾക്കാർ ട്രാവലറിലാണ് ട്രിപ്പ് വരിക. ബസ്സിൽ വരുന്നേക്കാളും കൂടുതൽ കംഫർട്ടായിട്ട് ട്രാവലറിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ബസ്സിൽ വരികയാണെങ്കിൽ ഒരു 10-40 ആൾക്കാർ വലിയ ബസ്സല്ലേ, അപ്പോൾ കുറേ ആൾക്കാർ വേണ്ടി വരില്ലേ. ട്രാവലറാണെങ്കിൽ ചെറിയൊരു ഫാമിലി അല്ലെങ്കിൽ ചെറിയൊരു പിള്ളേരുടെ സെറ്റ്, ഒരു 8-10 പേർക്ക് വരില്ലേ വേണ്ട. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്ന ട്രാവലറാണെന്ന് തോന്നുന്നു. ടോപ്പ് സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. വണ്ടിന്ന് പാർക്ക് ചെയ്യണം. കോളേജ് കോടമഞ്ഞ് ഇങ്ങനെ പറന്ന് വരികയാണ്.